ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമാണോ? ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഈ ചെമ്മീൻ റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി കുറച്ചധികം തന്നെ വേണം. പിന്നീട് ചെമ്മീനോടെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മുളക് പൊടിയുണ്ട്, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് അങ്ങോട്ട് തൂവി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി പതിയെ പതിയെ അധികം കരിഞ്ഞൊന്നും പോകാതെ, ഈ ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല, നമുക്കൊന്ന് വാട്ടിയെടുക്കാം അതിനെ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല ഇടിച്ച മുളകാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടംപുളി ഉണ്ടെങ്കിൽ 1-2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ രുചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുളി ഇത്തിരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെയൊക്കെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ചില നാടുകളിൽ ഇതിനെ കൊഞ്ചെന്നാണ് പറയുന്നത്. ഇവിടെ എന്തായാലും ഞങ്ങൾ ചെമ്മീൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവനെ ആ മസാലയൊക്കെ ഒന്ന് പുരട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഇവനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരല്പസമയം ഒന്ന് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെമ്മീൻ അധികം വേവൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഒരല്പസമയം മാത്രം ഒന്ന് വേവിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ച് ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള വെള്ളവും കൂടി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് മസാലയൊക്കെ എല്ലാം നല്ലതുപോലെ ഇങ്ങനെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. കാരണം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതിന് തന്നെയാണ് എപ്പോഴും രുചി കൂടുതൽ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി തീർച്ചയായും നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ, അല്ലു.